ജീവനുള്ള ദൈവത്തിന് ആരാധനയും സ്തുതിയും മഹത്വവും എന്നും എന്നേക്കും ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആദം ഹവ്വ ദമ്പതികൾ പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്നും അകന്നു പോയപ്പോൾ അവർ സ്വയം നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ തന്നെ അത്തി ഇലകൾ കൂട്ടിത്തുന്നി തങ്ങളുടെ നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലുകൊണ്ട് അവർക്ക് ഒരു സംരക്ഷണം, അവരുടെ നഗ്നതയെ മറയ്ക്കുവാൻ ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്നു, കായേനും ആബേലും ദൈവത്തിന് ബലിയർപ്പിച്ചു. കായേൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല, ആബേലിൻ്റെ ബലിയാകട്ടെ ദൈവം സ്വീകരിച്ചു. ആബേലിൻ്റെ ബലി ഒരു കുഞ്ഞാടിനെ ആയിരുന്നുവെന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. പിന്നീട് അബ്രാഹത്തോട് ദൈവം ബലിയർപ്പിക്കാൻ പറയുന്നു. തൻ്റെ സ്വന്തം പുത്രനെ തന്നെ ബലിയർപ്പിക്കാൻ പറയുമ്പോൾ അബ്രഹാം തൻ്റെ മകനെ കൊണ്ട് മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ മകൻ ചോദിക്കുന്നുണ്ട്, നമുക്ക് ബലിയർപ്പിക്കാൻ എന്താണുള്ളത്? അബ്രഹാം തിരിച്ചു പറയും, ബലിയർപ്പിക്കാനുള്ളത് ദൈവം തന്നെ നമുക്ക് നൽകും. നമ്മളല്ല ദൈവത്തിന് ബലിയർപ്പിക്കുന്നത്, പകരം ദൈവം നമുക്ക് വേണ്ടി ആ ബലിവസ്തു തരുമെന്ന് അബ്രഹാം പറയുമ്പോൾ മലമുകളിൽ ചെല്ലുന്നു. അബ്രഹാം ഇസ്ഹാക്കിനെ വലിഞ്ഞു കെട്ടുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം വരുന്നു, കുട്ടിയെ തുടരുത്. ഇത് അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കാണുകയും ആ ആടിനെ ദൈവത്തിന് ബലിയർപ്പിക്കുകയും ചെയ്യുന്നത് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കെല്ലാം വേണ്ടി ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് സ്നാപയോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പെസഹ ദിവസം ഇസ്രായേൽ ജനം കുഞ്ഞാടിൻ്റെ രക്തം കട്ടിലക്കാലിന്മേൽ തളിച്ചുകൊണ്ട് ആ കട്ടിലക്കാലിന്മേൽ വന്ന രക്തം കൊണ്ട് സംഹാരദൂതൻ അവരുടെ ഭവനത്തിന് മുൻപിൽ നിന്നും മാറിപ്പോയെങ്കിൽ ഇന്ന് ക്രിസ്തുയേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി, അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഓരോരുത്തർക്കും, ഓരോ മനുഷ്യർക്കും ആ ജീവന്റെ അപ്പം നൽകിക്കൊണ്ട് ദൈവം ചെയ്ത ആ ശ്രേഷ്ഠമായ പ്രവൃത്തി നമുക്ക് എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 48 മുതൽ വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. കർത്താവായ യേശുവിൻ്റെ ശരീരമാണ് നമുക്ക് വേണ്ടി അവൻ ബലിയാക്കി മാറ്റിയത്. നമുക്ക് വേണ്ടി അർപ്പിച്ച ആ ശരീരം ഇന്നും ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് വേണ്ടി ആ രക്തവും ശരീരവും നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് ആ രക്തവും ഒഴുകിക്കൊണ്ട് നമ്മളെ ജീവനിലേക്ക് നയിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ അനന്തമായ സ്നേഹത്തിന് മുൻപിൽ ഒന്ന് കണ്ണുകളടച്ച് കർത്താവ് ചെയ്ത അവൻ പ്രവൃത്തിയെ ഒന്ന് ഓർത്തുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നെ, തിന്മകൾ നിറഞ്ഞ എന്നെ ജീവനുള്ളതാക്കി മാറ്റേണ്ടതിന് അവിടുന്ന് ചെയ്ത ആ സമ്പന്നമായ അനുഗ്രഹപ്രദമായ പ്രവൃത്തി ഞാനിപ്പോൾ ഓർക്കുന്നു. ദൈവമേ, ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥന ഈശോയും നിന്നിൽ, ദ്രോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങളെന്നിൽ ചൊരിഞ്ഞു. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥന ഈശോയും നിന്നിൽ, ദ്രോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങളെന്നിൽ ചൊരിഞ്ഞു. ദാഹത്താൽ കേഴുമ്പോൾ നാഥൻ എന്റെ ദാഹം ശമിപ്പിച്ചു തന്നു. ക്ലേശത്താൽ നീറുമ്പോഴെല്ലാം എന്റെ ക്ലേശങ്ങളേൽക്കാൻ
എന്റെ ദാഹം ശമിപ്പിച്ചു തന്നു. ക്ലേശത്താൽ നീറുമ്പോഴെല്ലാം എന്റെ ക്ലേശങ്ങളേൽക്കാൻ നടഞ്ഞു. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥനീശോയിൻ നിന്നിൽ. എന്റെ ജീവനിലേക്ക് അലിഞ്ഞു ചേരുവാൻ കടന്നു വന്ന കർത്താവേ, എന്റെ വാതിൽ തുറന്നു. എന്റെ പാപങ്ങളെ കഴുകി വിശദീകരിക്കേണ്ടതിന് നിന്റെ ദാനമായി അവിടുത്തെ രക്തം എന്റെ മേൽ ചൊരിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. അവിടുത്തെ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ ചെയ്ത ആ അനന്തമായ സ്നേഹത്തെ വാതിൽ തുറന്നു. തന്റെ ദാനങ്ങളിൽ ചൊരിഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ദൈവവചനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ 53-ാം അധ്യായം യേശുവിന്റെ കാൽവരി ക്രൂശിനെ കുറിച്ച് വിശുദ്ധമായി പറയുന്ന ആ വചനത്തിന്റെ യെശയ്യാ 53-ന്റെ 10-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: അവൻ ബലിയർപ്പിക്കുമ്പോൾ വരാനിരിക്കുന്ന ജനതകളെ കൂടി കണ്ടിട്ടാണ് അവൻ തൻ്റെ ബലിയർപ്പിക്കുന്നത്. യേശുക്രിസ്തു പാപപരിഹാര ബലിയായി മാറുമ്പോൾ ഈ 2000 വർഷത്തിന് ശേഷം ഇന്നും ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കണ്ടുകൊണ്ട്, നമ്മൾ ഓരോരുത്തരെയും കണ്ടുകൊണ്ട്, പാപത്തിൻ്റെ തിന്മയുടെ ലോകത്ത് ജീവിച്ച് ദൈവത്തിൽ നിന്നും അകന്നുപോയ ഓരോ മക്കളെ കൂടി കണ്ടിട്ടാണ് കർത്താവായ യേശു അവൻ ബലിയായി മാറിയത്. എന്നാൽ ആ ബലി എനിക്ക് എങ്ങനെ യോഗ്യമായി മാറും? 2000 വർഷം മുൻപ് അവൻ എനിക്ക് വേണ്ടി ബലിയർപ്പിച്ചത് എനിക്ക് അത് എങ്ങനെ യോഗ്യമായി മാറും? എങ്ങനെ അത് ഞാനുമായി ബന്ധപ്പെടും? അതിനാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഇത് ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടും. അത് ഭക്ഷിക്കുന്ന ഓരോ വ്യക്തിയും, അത് പാനം ചെയ്യുന്ന ഓരോ വ്യക്തിയും നിത്യജീവന്റെ അവകാശികളാക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപയാൽ, നമ്മുടെ വിശ്വാസത്താൽ, കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ദൈവത്തിന്റെ ആ അനുസരണം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും അവന്റെ ശരീര രക്തങ്ങൾ തന്നെ നമുക്ക് വേണ്ടി നൽകാൻ കഴിവുള്ള, നൽകാൻ സ്നേഹമുള്ള, ലോകത്തെ അത്രമാത്രം തൻ്റെ പുത്രനെ പൂർണ്ണമായി നൽകുവാൻ, അവന്റെ ശരീര രക്തങ്ങൾ എല്ലാ ജനതയ്ക്കും വേണ്ടി നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം നമ്മെ സ്നേഹിച്ച ആ ദൈവത്തിന്റെ കൃപയെ ഒന്ന് ഓർത്തേ. ഇന്ന് നമ്മൾ എത്രത്തോളം അകലെയാ ദൈവത്തിൽ നിന്നും. ഞാനും എൻ്റെ ദൈവവും തമ്മിൽ, ഞാനും എൻ്റെ യേശുവിൻ്റെ ബലിയും തമ്മിൽ എത്രത്തോളം അകലെയാ നിൽക്കുന്നത്. യേശു ബലിയർപ്പിച്ചത് 2000 വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ അവന്റെ ഏക ബലി എങ്ങനെ എനിക്ക് യോഗ്യമായി മാറുമെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ആ ബലിയിൽ നിന്നും അനേക ദൂരത്താ. ഒരിക്കലും അതിനോട് എനിക്ക് അടുക്കാൻ സാധിക്കത്തില്ല. കാരണം പാപം ചെയ്ത് ദൈവത്തിന്റെ മുൻപിൽ വരാൻ യോഗ്യതയില്ലാത്ത ഞാൻ, ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കാൻ പോലും ഒരു യോഗ്യതയും ഇല്ലാത്ത ഈ മനുഷ്യകുലം, ഈ മനുഷ്യ വ്യക്തി ദൈവത്തെ നോക്കുവാൻ, ആ ദൈവത്തിന്റെ ചാര അണയുവാൻ ദൈവം നൽകിയ ആ സ്നേഹത്തെ ഒന്നോർത്തേ. എത്രത്തോളം ദൂരത്ത് നമ്മൾ ആയിരിക്കുന്നുവോ അത്രത്തോളം നമ്മളെ ചാര അണയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. നമ്മുടെ ഹൃദയം ഒന്ന് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്
നേറ്റു കഷ്ടം ചാരത്തണച്ചിടുവാനേറ്റു കഷ്ടം കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ കാട്ടിയതാം അൻപിതു 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 കാട്ടിയതാം അൻപിതു അൻപിതു അൻപിതു. ലോകത്തില് വെറുമൊരു പുഴുവായ മനുഷ്യൻ, ഒരു യോഗ്യതയുമില്ലാതെ പാപത്തിന്റെ പടുകുഴിയിലായിരുന്ന നമ്മൾ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവം ദൂരത്തായിരുന്നവരെ ചാരത്തണയ്ക്കുവാൻ അവൻ ചെയ്ത ആ സ്നേഹത്തിന്റെ ആ വലിയ ബലി, കാൽവരിയിൽ അവൻ ചെയ്ത ആ ബലിയുടെ യോഗ്യതയാലാണ് ഇന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും അവന്റെ ശരീരരക്തങ്ങൾ നമ്മിലേക്ക് ഒഴുകി വരുമ്പോൾ അവന്റെ യോഗ്യതയിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പുഴുവായ, ഈ കൃമിയായ, മണ്ണിനോട് ചേരേണ്ട, മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട ഈ മനുഷ്യൻ സർവ സൃഷ്ട പ്രപഞ്ചത്തിന്റെ ദൈവമായ, സൃഷ്ടാവായ ദൈവത്തിന്റെ മുൻപിൽ വരാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? അവന്റെ മുൻപിൽ നിൽക്കാൻ, അവന്റെ മുൻപിൽ യാചനകളും പ്രാർത്ഥനകളും സമർപ്പിക്കുവാൻ നമുക്ക് എന്ത് യോഗ്യതയുള്ളത്? ഒരു യോഗ്യതയുമില്ല. എന്നാൽ ദൈവം ദൂരത്തിരുന്ന എന്നെ യോഗ്യനാക്കി മാറ്റി അവൻ എൻ്റെ ചാരത്തണച്ചുകൊണ്ട്, ഞാൻ അവന്റെ ചാരത്തേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല. എനിക്ക് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാൻ യോഗ്യതയില്ല, എനിക്ക് ദൈവത്തിന്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ അത് കണ്ടുകൊണ്ട് ദൈവം ചെയ്ത ആ വൻ പ്രവൃത്തി, ദൈവത്തിന്റെ യോഗ്യത, അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് നമ്മെ അവൻ ചാരത്തണച്ചു. അതിനുവേണ്ടി അവൻ കഷ്ടം സഹിച്ചു. ദൈവത്തിന്റെ സമാനത അവൻ നിലനിർത്തിയില്ല. ആ ചന്തം ചിന്തുന്ന ആ ദൈവത്തിന്റെ സമാനതയെ അവൻ ഉപേക്ഷിച്ചു. അവൻ താഴേക്ക് ഇറങ്ങി വന്നു. അവന് സ്വന്തമായി ഉണ്ടായ എല്ലാം അവൻ ഉപേക്ഷിച്ചു. അവൻ ഈ ഭൂമിയിലേക്ക് നമ്മിൽ ഒരുവനായി അവൻ ഇറങ്ങി വരികയാണ്. ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞു, സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞു. ബന്ധമില്ലാത്ത ഈ ഏഴയെ ഓർത്തു, ബന്ധമില്ലാത്ത ഈ ഏഴയെ ഓർത്തു, വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും, വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും. ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ആശ്ചര്യമായ ഒരു പ്രവൃത്തിയായത്. എൻ്റെ ദൈവം അവന്റെ സമാനതയെ കാണാതെ അതിനെ മാറ്റിവെച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയാത്ത, അവന്റെ ഫിലോസഫിക്കോ അവന്റെ ഏത് ചിന്തയ്ക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവന്റെ ചിന്തയിൽ ആശ്ചര്യമായത് എൻ്റെ ദൈവം ചെയ്തു. അതുകൊണ്ടാ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, കൃപയേ 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 കൃപയേ. ഒരുമിച്ച് പാടാൻ പറ്റുമോ? ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാൻ. ഇതൊരിക്കലും എനിക്ക് സാധിക്കത്തില്ല, പകരം എനിക്ക് ദാനമായി നൽകിയ ദൈവത്തിന്റെ കൃപയാ.
ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാൻ, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാൻ. കൃപയേ 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 കൃപയേ. ദൈവമേ, അത് എന്റെ യോഗ്യതയല്ല ദൈവമേ, അവിടുന്ന് സൗജന്യമായി നൽകിയ ദാനമാണപ്പാ. അവിടുത്തെ കൃപയ്ക്ക് മുൻപിൽ തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ദൈവമേ. അതിന് പകരം നൽകാൻ ഞങ്ങൾക്കൊന്നുമില്ലപ്പാ. എന്ത് നൽകിയാലും അതൊന്നും അതിന് പകരമാകത്തില്ലല്ലോ ദൈവമേ. കാരണം എനിക്കുള്ളതെല്ലാം അവിടുത്തെ സമ്മാനം മാത്രമാണ്. അവിടുത്തെ ദാനമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. എല്ലാം അവിടുത്തെ ദാനമാണ്. അവിടുത്തെ ദാനമായിരിക്കെ ഞാൻ എന്തെങ്കിലും അങ്ങേക്ക് സമർപ്പിച്ചാൽ അതും അങ്ങയുടേതാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയെ അവിടുന്ന് വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപയാൽ എന്നെ ശുദ്ധീകരിക്കണമേ അപ്പ. എൻ്റെ പാപകരമായ, എൻ്റെ മാലിന്യം നിറഞ്ഞ ഈ ശരീരത്തിലേക്ക് അവിടുത്തെ രക്തവും അവിടുത്തെ ശരീരവും ഒഴുകി വരുമ്പോൾ എന്നെ അവിടുന്ന് വിശുദ്ധീകരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയമായ ഈ ശരീരത്തെ എൻ്റെ ദൈവം വിശുദ്ധീകരിക്കുന്നു. എൻ്റെ കർത്താവ് അതിനെ വിശുദ്ധീകരിക്കുന്നു. അബാപിതാവേ, ഇത് പലർക്കും സ്വീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇത് മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എൻ്റെ യേശു ഇത് വചനത്തിൽ പറഞ്ഞപ്പോൾ അനേക യഹൂദർ ഇടർച്ചയുണ്ടായി. എങ്ങനെ ഇവൻ്റെ ശരീരം നമുക്ക് ഭക്ഷിക്കാൻ തരാൻ കഴിയും? എന്നാൽ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞു, എൻ്റെ ശരീരം മാത്രമല്ല, എൻ്റെ രക്തവും നീ ഭക്ഷിച്ചാൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കും. യേശുവേ, ഞങ്ങൾ നിന്നെ പൂർണ്ണമായി അനുസരിക്കുന്നു. നിന്റെ ശരീരവും രക്തവും ഓരോ വിശുദ്ധ കുർബാനയിലും ഞങ്ങൾക്ക് വേണ്ടി ഒഴുകുന്ന, ഞങ്ങൾക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ, ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കേണ്ടതിന് അവിടെ നിന്നും അവിടുത്തെ അത്ഭുതകരമായ, അവിടുത്തെ ചന്തം ചിന്തുന്ന മേനി അവിടുന്ന് ഉപേക്ഷിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതുപോലെ സ്വന്തമായ എല്ലാം ഉപേക്ഷിച്ച് ഇന്നും അവിടുത്തെ തിരുരക്തം, അവിടുത്തെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവന്റെ അപ്പം ഇന്ന് ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകുമ്പോൾ ഞങ്ങളെ ജീവനുള്ളവനാക്കി മാറ്റുന്ന ആ ദൈവ സന്നിധിയിൽ ഞങ്ങൾ കണ്ണുനീരോടെ നിൽക്കുകയാണ്. ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ പ്രവൃത്തി നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തല്ലോ. എന്ത് ഞങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയും? എന്ത് നൽകിയാലും അതൊന്നും ആകത്തില്ലെന്ന് ഞങ്ങൾ അറിയുന്നപ്പാ. നിന്നെ സേവിക്കാനല്ലാതെ ജീവനുള്ള കാലം മുഴുവൻ ഞങ്ങളുടെ നാഡീ ഞരമ്പുകളിൽ ജീവൻ ഒഴുകുന്ന കാലം മുഴുവൻ എൻ്റെ യേശുവിനെ സേവിക്കുവാൻ, എൻ്റെ യേശുവിനെ സേവിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ അപ്പാ. നിന്നെ മാത്രം സേവിക്കും, സേവിക്കും, സേവിക്കും. എന്തു ഞാനേ കേടും നിന്നോടെ പേർക്കാൻ, എന്തു ഞാനേ കേടും നിന്നോടെ പേർക്കാൻ. ചിന്തിക്കുകിൽ വെറും ഏഴ് ഞാനല്ലോ, ചിന്തിക്കുകിൽ വെറും ഏഴ് ഞാനല്ലോ. ഒന്നുമെനിക്കിനി വേണ്ട ഈ പാരിൽ, ഒന്നുമെനിക്കിനി വേണ്ട ഈ പാരിൽ. നിന്നെ മാത്രം സേവിക്കും, സേവിക്കും, സേവിക്കും. നിന്നെ മാത്രം സേവിക്കും, സേവിക്കും, സേവിക്കും. ആരെല്ലാം എന്നെ കളിയാക്കിയാലും, ആരെല്ലാം എന്നെ ചീത്ത പറഞ്ഞാലും കർത്താവേ, നിന്നെ മാത്രം ഞാൻ സേവിക്കും. ഒരുപക്ഷെ ലോകക്കാരെന്നെ നോക്കി പഴി പറയുന്നുണ്ടാകാം, എന്നെ ബോഷ എന്ന് വിളിക്കുന്നുണ്ടാകാം, എന്റെ പ്രവൃത്തിയെ നോക്കി വിമർശിക്കുന്നുണ്ടാകാം. അയ്യോ, ഇവൻ യേശുവിന്റെ പച്ച മാംസമാണോ ഭക്ഷിക്കുന്നത് എന്ന് കളിയാക്കുന്നവരുണ്ടാകാം. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, യേശുവേ,
നിന്നെ സേവിക്കുവാൻ ഒരു യോഗ്യതയുമില്ലാതിരുന്നിട്ടും താണിറങ്ങി വന്ന എൻ്റെ ദൈവത്തെ അല്ലാതെ, എൻ്റെ യേശുവിനെ അല്ലാതെ മറ്റാരെയും സേവിക്കാൻ എനിക്ക് കഴിയത്തില്ല. അഭാ, എൻ്റെ ജീവനുള്ള കാലം മുഴുവൻ, എൻ്റെ നാഡീഞരമ്പുകളിൽ എൻ്റെ ജീവനുള്ള കാലം മുഴുവൻ ഞാൻ എൻ്റെ യേശുവിനെ ഞാൻ സേവിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് എത്ര പേർക്ക് സാധിക്കും ആ യേശുവിനെ സേവിക്കുവാൻ? നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന, നമുക്ക് വേണ്ടി താണിറങ്ങി വന്ന ആ കർത്താവിനെ സേവിക്കുമ്പോൾ പലപ്പോഴും പഴിയേൽക്കേണ്ടി വരും. അവന് വേണ്ടി കല്ലേറ് കൊള്ളേണ്ടി വരും. അവന് വേണ്ടി വേദന സഹിക്കേണ്ടി വരും. അവന് വേണ്ടി ചീത്തവിളി കേൾക്കേണ്ടി വരും. സത്യം തുറന്നു പറയുമ്പോൾ ലോകം നിന്നെ കാണത്തില്ല. ലോകം നിന്നെ ദ്വേഷിക്കും. ലോകം നിന്നെ കല്ലെറിയും. ലോകം നിന്നെ ബോഷ എന്ന് വിളിക്കും. പക്ഷേ സ്വർഗം നിന്നെ യോഗ്യനാക്കി മാറ്റും. കാരണം അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. യേശു പറഞ്ഞു, പച്ച ഇലയോട് ഇത് ചെയ്തുവെങ്കിൽ, പച്ച മരത്തോട് ഇത് ചെയ്തുവെങ്കിൽ നിങ്ങളോടും ഇത് തന്നെ ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പാ, എന്നും സത്യവചനത്തെ പ്രഘോഷിക്കുവാൻ, സത്യത്തെ മാത്രം ഘോഷിക്കുവാൻ എന്നെ യോഗ്യനാക്കി മാറ്റണം യേശുവേ. നിന്നെ മാത്രം സേവിക്കും, സേവിക്കും, സേവിക്കും. 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 യോഗ്യതയോടെ അവന്റെ ശരീരവും അവന്റെ രക്തവും ഭക്ഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവം നമ്മെ യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.